ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിലെ അക്ഷരത്തെറ്റുകളിൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. ചോദ്യങ്ങളിലെ അക്ഷരപ്പിശകുകൾ സംബന്ധിച്ച വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. 24 ഇമ്പാക്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ് രാവിലെയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ഈ കൂട്ടത്തോടെ അക്ഷരത്തെറ്റുകൾ ഇടം പിടിക്കുന്ന സാഹചര്യം, ബയോളജിയുടെ ചോദ്യപേപ്പറിൽ മാത്രം 20-ലധികം അക്ഷരത്തെറ്റുകൾ കടന്നുകൂടുന്ന സാഹചര്യം, ഗൗരവത്തോടുകൂടി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അതിനെ കാണുന്നു, അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ഉമേഷ്? തീർച്ചയായും ആദ്യം മലയാളം ചോദ്യപേപ്പറിലാണ് ഇത്തരം അക്ഷരത്തെറ്റുകൾ കടന്നുകൂടിയത്. 27 ചോദ്യങ്ങളിൽ 14 ചോദ്യങ്ങളിലും അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ബയോളജി, ഒപ്പം ബയോളജിയിൽ തന്നെ പാർട്ട് എ പാർട്ട് ബി ഉണ്ട്, സുവോളജി ബോട്ടണി, ഈ രണ്ടിൽ ആകെ 20 ചോദ്യങ്ങളിൽ അക്ഷരത്തെറ്റുണ്ടായിരുന്നു. ഒപ്പം എക്കണോമിക്സ് പരീക്ഷയിൽ 2 അക്ഷരത്തെറ്റുകളും, ഈ എക്കണോമിക്സ് പരീക്ഷയ്ക്കൊപ്പം നടന്ന മറ്റൊരു പരീക്ഷയിൽ 6 അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ അക്ഷരത്തെറ്റുകൾ ഇതുവരെ നടപടിയെടുക്കാത്ത വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ രഹസ്യാത്മകമായി ചെയ്യുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവിധ ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോകും. കാരണം ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർക്ക് പോലും ഏത് ചോദ്യപേപ്പറാണ് പരീക്ഷയ്ക്ക് നൽകുന്നത് എന്നതുപോലും അറിയാതിരിക്കാൻ ലോട്ടിട്ടെല്ലാം കൃത്യമായ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതിലേത് ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ശ്രദ്ധക്കുറവുണ്ടായത് എന്നാണ് പ്രധാനമായി അന്വേഷിക്കുക. ഒപ്പം ഈ ചോദ്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഈ ചോദ്യങ്ങളുടെ അക്ഷരത്തെറ്റ് കാരണം വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഇളവ് നൽകും. ആ ചോദ്യങ്ങൾ വാല്യുവേഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ട ഇളവ് നൽകും. അതും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.